എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 31-ാം വാക്യം. ഉൽപ്പത്തി 1:31. താൻ ഉണ്ടാക്കിയതിനെയൊക്കെയും ദൈവം നോക്കി, അത് എത്രയും നല്ലത് എന്ന് കണ്ടു. സന്ധ്യയായി, ഉഷസ്സുമായി 6-ാം ദിവസം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ആഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച പ്രഭാതം കാണുന്നതിനും അതിലേക്ക് പ്രവേശിക്കുന്നതിനും ദൈവം നമ്മളെല്ലാവരെയും അനുവദിച്ചിരിക്കുന്നുവല്ലോ. ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിയുടെ വിവരണത്തിൽ ദൈവം സ്വയം മനസ്സിൽ പറഞ്ഞ ഒരു കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ സൃഷ്ടിക്ക് ശേഷവും അത് നല്ലതെന്ന് ദൈവം കാണുന്നു എന്ന് പറഞ്ഞാൽ, ഇനി അവ ഇതിലും കൂടുതൽ മെച്ചപ്പെടാനില്ല എന്നാണ് അർത്ഥം. ഏറ്റവും പെർഫെക്റ്റായി ദൈവം തൻ്റെ സൃഷ്ടിയെ ചമച്ചു. അത് കണ്ട് ഒരു ആത്മഗതം വളരെ തൃപ്തിയോടുകൂടി ദൈവം നടത്തുന്നു എന്നാണ് രേഖപ്പെടുത്തൽ. അങ്ങനെയാണ് ദൈവത്തിൻ്റെ സൃഷ്ടി. നോഹയുടെ പെട്ടകത്തിലുണ്ടായിരുന്ന ആ കാക്കയുടെ സ്വഭാവം രേഖപ്പെടുത്തുന്നുണ്ട്. നല്ലത്, ദൈവം ഏറ്റവും നല്ലതായി തൻ്റെ പദ്ധതി നിർവഹിക്കുന്നു. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അവനെ നോക്കി നന്നായിരിക്കുന്നു എന്നൊരു തോന്നൽ ദൈവത്തിനുള്ളതായി രേഖപ്പെടുത്തുന്നില്ല. ഉൽപ്പത്തി 6-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചതോർത്ത് സങ്കടപ്പെടുന്ന ദൈവത്തിൻ്റെ മുഖം അവിടെയുണ്ട്. എന്തുകൊണ്ടായിരിക്കാം മനുഷ്യൻ്റെ സൃഷ്ടിക്ക് ശേഷം നല്ലത് എന്ന് ദൈവം പറയാതിരുന്നത്? കാരണം ഇനിയും പൂർണ്ണനാകാൻ ഉള്ള അപാതയിലേക്കാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇനിയും ചില സാധ്യതകളിൽ നമ്മൾ വളരേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അവസാന നിശ്വാസത്തിൽ പോലും വേറൊരാളാകാനുള്ള സാധ്യതയുള്ള മനുഷ്യർ. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഒരു പക്ഷെങ്കിൽ സദൃശവാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ശലോമോനെ പോലെ പറയുന്നു, ജ്ഞാനികൾ മരിക്കുന്നതിന് മുൻപ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത്, വിശുദ്ധനെന്നും വിളിക്കരുത്. അതുകൊണ്ട് ഒരാളെക്കുറിച്ചും കൃത്യമായ ഒരു അഭിപ്രായം ഒരിക്കലും പറയാനാവില്ല. കാരണം അയാൾ ആയിക്കൊണ്ടിരിക്കുന്നവനാണ് എന്നതാണ് വാസ്തവം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഒരാൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? താൻ എങ്ങനെ ആയിരിക്കുന്നു എന്നതിന് നിശ്ചയമായും ഒന്നാമത്തെ ഉത്തരവാദിത്വം അവനവന് തന്നെയാണ്. എങ്കിലും ഒരാളുടെ നന്മതിന്മകൾക്ക് അയാളുടെ ചുറ്റിനുമുള്ളവർക്കും ഒട്ടും ചെറുതല്ലാത്ത പങ്കുണ്ട് എന്നതിൻ്റെ സൂചനകളൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നു. കാരണം അതിൻ്റെ ഉദാഹരണമാണ് മനുഷ്യൻ്റെ ആദ്യത്തെ വീഴ്ചയിൽ സർപ്പത്തെയും ദൈവം ശാസിക്കുന്നതായി രേഖപ്പെടുത്തുന്നത്. 2 ഘടകങ്ങളാണ് നന്മയും തിന്മയും എന്ന സാധ്യതകളിലേക്ക് മനുഷ്യനെ നയിക്കുന്നത്. അത് സ്നേഹവും സ്നേഹമില്ലായ്മയുമാണ്. അപ്പോൾ സ്നേഹത്തിന് മാത്രമേ മനുഷ്യൻ്റെ ഉള്ളിലെ നന്മയുടെ ഉറവുകളെ ഉണർത്താൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലുമൊക്കെ കാരണത്താൽ നമ്മുടെ സ്നേഹത്തിന് അർഹതയില്ല എന്ന് കരുതുന്നവരോട് കാണിക്കുന്ന സ്നേഹം അവരെ എന്തുമാത്രം പരിവർത്തനപ്പെടുത്തും എന്നത് നമ്മുടെ കണക്ക് കൂട്ടലിൽ പോലും ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. പുനരുദ്ധാനം ചെയ്ത കർത്താവ് നമുക്ക് നൽകുന്ന പാഠങ്ങളിൽ ഒന്ന് അതാണ്. ഒരു ചെറിയ ശാസന പോലും കൊടുക്കാതെ ശിഷ്യന്മാരെ, പിന്തിരിഞ്ഞു പോയവരെ സ്നേഹത്തോടും കരുതലോടും ചേർത്ത് നിർത്തുന്ന, അവരെ തേടി വരുന്ന
ഒരു കർത്താവിനെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം നമുക്ക് പരിചയപ്പെടുത്തുന്നു. അപ്പോൾ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മിലെ സാധ്യതകൾ ഇനിയും കണ്ടെത്താനുണ്ട്. നമ്മൾ ഇനിയും പൂർണ്ണരായി വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന ബോധ്യത്തോടെ ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്കിനിയും വളരാനുണ്ട്, ഉയരാനുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ പൂർണ്ണതയിലേക്ക് ഇനിയും മെച്ചപ്പെട്ടു വരാനുണ്ട്. സ്നേഹത്തോടെ ആ ഒരു വലിയ ദൈവിക കാഴ്ചപ്പാടിലേക്ക് വരാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്നത്തെ പകൽക്കാലം അനുഗ്രഹകരമായിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുന്ന് ഞങ്ങളെല്ലാവരെയും വലിയ ഉദ്ദേശത്തോടുകൂടി സൃഷ്ടിച്ച ഭൂമിയിലാക്കിയിരിക്കുന്നതെന്ന് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളിലുള്ള സാധ്യതകളെ കണ്ടെത്താൻ, ഇനിയും വളരുവാൻ ദൈവമേ അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ ആയിത്തീരാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കൃപ കൂടിയിരിക്കണമേ. കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും ലഭിച്ച നന്മകൾക്കായി സ്തോത്രം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും പുതിയ അനുഭവങ്ങളിലൂടെ അവിടെ നടത്തണമേ. യേശു മശിഹയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.